ഒരു മാസം പാടെ കഴിഞ്ഞാൽ ഞാൻ UK വന്നിട്ട് 3 കൊല്ലം തികയാണ്. ഈ 3 കൊല്ലം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്കും മാറ്റമുണ്ട്, രാജ്യത്തിനും മാറ്റമുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ ചിലപ്പം നല്ലതിനാവും, ചിലപ്പോൾ ഈ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്തായാലും മാറ്റം അനിവാര്യമാണ്. അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു മാറ്റം പാടെ വരുത്താൻ പോണൊരു ദിവസമാണെന്ന്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഒരു ട്രെയിലർ എടുക്കണമെന്ന് വിചാരിക്കേണ്ടിയിരുന്നു. അപ്പം അത് എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന്. ഈ ട്രെയിലർ വെയിൽസിലാണുള്ളത്, ഒരു ഫാമിലാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 2.5 മണിക്കൂറുള്ള യാത്ര ഉണ്ട്. എൻ്റെ കയ്യിലുണ്ട വണ്ടികളിൽ ടോവാറുള്ളത് നിസാനിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ അതെടുത്തിട്ടാണ് പോണത്. ഈ പോണ മുമ്പ് തന്നെ ഞാൻ വണ്ടിയിലും ഒന്ന് ചെക്ക് ചെയ്ത്, ഈ ട്രെയിലറും പാടെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയൊക്കെ ഓക്കെയാണ്. കുറേ ദിവസത്തിൻ്റെ ശേഷം നമുക്ക് നല്ലൊരു ഡേ ആണെന്ന് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു വെയിലൊക്കെ ഉണ്ട്, സണ്ണി ഡേ ആണ്. പുറത്ത് തണുപ്പുണ്ടെങ്കിലും കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഒരു ഡേ ആണെന്ന്. നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുമ്പം ഇങ്ങനത്തെ ഡേയ്സാണ് ഞാൻ ചൂസ് ചെയ്യാറ്. ഞാൻ ലൈഫിൽ ഇതുവരെ ഒരു ട്രെയിലറോ ഒന്നും ടോ ചെയ്തിട്ടില്ല. ഞാൻ ടോ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ലൈസൻസ് എടുക്കണം എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇന്നലെ നൈറ്റാണ് ഞാൻ കണ്ടത് 3500 കിലോ വരെയുള്ള ട്രെയിലർ ടോ ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ ലൈസൻസ് ഒന്നും വേണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഈ ഫാമിൻ്റെ അടുത്ത് എത്തും തോറും റോഡുകളൊക്കെ ചെറുതായി വന്ന്. അങ്ങനെ നമ്മളിവിടെ ഫാമിലെത്തി. ഇവർക്ക് ഇവിടെ 2 ഫാം ഡോഗ്സ് ഉണ്ട്. ഒരാൾ പക്ക ഫ്രണ്ട്ലി, മറ്റേ ആൾ കൈക്ക് കിട്ടിയാൽ അവിടെ കടിച്ചരാറ് നിൽക്കണം. എന്തായാലും കെട്ടിയിട്ടുകൊണ്ട് നമ്മൾ കഴിച്ചില്ലായി. പിന്നെ ഈ ഫാമൊക്കെ നോക്കി നടക്കുന്ന ഈ ചെക്കൻ, ഓന് വെറും 17 വയസ്സേ ഉള്ളൂ. ഓന് 2500ഓളം ഷീപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 300 ചില്ലാനം ഗോമാതാവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളിവിടെ നിന്ന് കുറച്ച് പശുക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഓലൊക്കെ ഒന്ന് എടുത്ത് പോയി നോക്കുക, തൊട്ടൊക്കെ നോക്കുക, രച്ചപ്പോൾ ഓല് ഓടി കളിക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, നിങ്ങൾ ദൈവമായിട്ടൊക്കെ കാണുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷേ ഓൽക്ക് എന്തോ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാക്കാരം മനസ്സിലായില്ല. ഞാൻ ഇവിടെ വലോട് സംസാരിക്കുന്ന നേരത്തെ നമ്മൾ ട്രെയിലറോടെ പുറത്തൊക്കെ എത്തിന്. അപ്പം ഞാൻ വലോട് ബായ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു വന്നു. ഈ ട്രെയിലർ മുഴുവൻ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്. ഓന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓൻ്റെ കുറേ ട്രെയിലേഴ്സ് ഉണ്ട്, ഇതിപ്പോൾ ഉപയോഗിക്കണില്ല, അതുകൊണ്ടാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ കണക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പറഞ്ഞു ചോദിച്ചപ്പോൾ ഓൻ കാണിച്ചു തന്നു. എങ്ങനെയാണ് ഡിസ്കണക്ട് ചെയ്യേണ്ടതെന്നൊന്നും കാണിച്ചു തന്നു. പിന്നെ അവനോട് പറഞ്ഞു എങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുപോയി, ഞാൻ അതുവരെ ഓട്ടിട്ടില്ല എന്നൊക്കെ ഒരു സംഭവം. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓട്ടാൻ എളുപ്പമാണ്, റിവേഴ്സിങ് മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ നല്ല മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു. ഫാമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ ട്രെയിലർ കൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഇനി കണ്ടെത്തിയിട്ട് വേണം. അപ്പോൾ എന്തായാലും ബൈ ബൈ.